ഇത് ഒത്തിരി പഴകിയ ഒരു കഥയാണ്. പണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പിരിഞ്ഞ് 2 ചെറിയ കുട്ടികളുമായി ഊട്ടിയിൽ വന്ന് താമസിച്ച് ഒരു സ്കൂളിൽ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഊട്ടിയിൽ എൻ്റെ അച്ഛൻ്റെ ഒരു വീട്ടിലായിരുന്നു താമസിച്ചത്. അത് വലിയ സഹായമായി. മേരി റോയ് 30ാമത്തെ വയസ്സിൽ സ്വത്വം തിരിച്ചറിഞ്ഞ ഒരു സാധാരണ സ്ത്രീ. തിരുവിതാംകൂറിലെ കുപ്രസിദ്ധമായ പിന്തുടർച്ചാവകാശ നിയമത്തെ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ചോദ്യം ചെയ്ത ആദ്യത്തെ ക്രിസ്ത്യൻ വനിത. എന്ന് വെച്ചാൽ ചെറിയ ശമ്പളമായിരുന്നു എനിക്ക്, 350 രൂപ. അപ്പം അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു ദിവസം എൻ്റെ ആങ്ങളെ അവിടെ വന്നെത്തി. അങ്ങേര് പറഞ്ഞു, ക്രിസ്ത്യാനി സ്ത്രീകൾക്ക് അച്ഛൻ്റെ സ്വത്തിൽ അവകാശം ഇല്ല. എനിക്ക് വേറെ ഒരു മാർഗവും കാണാനില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. പക്ഷെ അന്ന് തന്നെ തീരുമാനിച്ചു സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കും. എനിക്കറിയാമായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങൾക്കും ഒരേപോലെ അവകാശമായിരുന്നു ഞങ്ങളുടെ ഭരണഘടനകൾ അനുസരിച്ച്. അതുകൊണ്ട് ഈ കേസ് ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. ഈ വിധി ആദ്യം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷം. എല്ലാവരും വന്ന് എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് തരായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സമുദായത്തിന് മനസ്സിലാക്കിയത് ഇത് ആണുങ്ങൾക്ക് ഇച്ചിരി പ്രയാസമുള്ള ഒരു സാധനമാണെന്ന്. ഒത്തിരി പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു. ഉദാഹരണം, ഈ ക്യാമ്പസിൽ 100 പോലീസുകാർ 2 പ്രാവശ്യം കയറി വന്നിട്ടുണ്ട്. കൊച്ചു കുട്ടികൾ ചെയ്യുന്ന ഒരു നാടകം ബാൻ ചെയ്യാനായിട്ട്. കുട്ടികൾ ഇവിടെ നിൽക്കുകയായിരുന്നു, മേക്കപ്പ് എല്ലാം ഇട്ട് വസ്ത്രമെല്ലാം കെട്ടി. എന്നിട്ടായി ഈ പോലീസ്മാൻ വരുന്നത് ബാൻ ചെയ്യാൻ. കുട്ടികളുടെ നാടകം ബാൻ ചെയ്യാനായിട്ടല്ല വന്നത്, എന്നെ ഉപദ്രവിക്കാനായിട്ടായിരുന്നു കയറി വന്നത്. അധ്യയനത്തിന്റെ പുതിയ മാനങ്ങൾ തേടുന്ന ഒരു വിദ്യാലയം. 1986 സുപ്രീം കോടതി വിധി. നേട്ടങ്ങളുടെ പട്ടിക ഇനിയും നീണ്ടേക്കാം. പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ വീണ്ടും അവരെ തേടിയെത്തുന്നു. എൻ്റെ കുട്ടിക്കാലത്തിലെ ആദ്യത്തെ ഒരു ഓർമ്മ, എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അമ്മയുടെ തലയിൽ നിന്ന് രക്തം ഒഴുകി വരുന്നു. അമ്മയ്ക്ക് വല്ലാതെ അടി കൊണ്ടിട്ടാണ് രക്തം ഒഴുകിയത്. അച്ഛൻ അമ്മയെ ഒത്തിരി അടിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ ഒരാഗ്രഹം, വേറെ സ്ത്രീകൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ എരുത്. സഭയുടെ ശിരസും ശരീരത്തിന്റെ രക്ഷകനുമായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാകുന്നു. അതിനാൽ തിരിച്ചു മിശിഹായ്ക്കപ്പെട്ടിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. സ്വന്തം ശരീരത്തെ എന്ന വണ്ണം നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കയില്ല. മിശിഹ തൻ്റെ സഭ എന്നതുപോലെ ഓരോരുത്തരും അതിനെ തീറ്റിപ്പോറ്റുന്നു. നാം മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗ്ഗവരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ സഭ ഈ പുരുഷ മേധാവിത്വത്തിന് ന്യായീകരണം കാണുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന ഈ സമൂഹത്തെ അല്ലെങ്കിൽ സംവിധാനത്തെ സഭ അനുകൂലിക്കുന്നത് സുവിശേഷം കടന്നു വന്നത് ഒരു പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹത്തിലേക്കാണ്. ആ സമൂഹമായിട്ട് വേദപുസ്തകത്തിലെ ചില പരാമർശനങ്ങൾ ആ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾക്ക് അനുസൃതമായി വ്യാഖ്യാനിക്കാനുണ്ടായത്. സ്ത്രീയെ ആദാമിൻ്റെ സഖിയായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ എല്ലാ സാമൂഹിക ബന്ധങ്ങളിലും ഒരു പങ്കാളിത്ത ബന്ധത്തിൽ തുടരുവാനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ വീഴ്ചയോടുകൂടി ഈ ബന്ധം തകരുകയാണ്. മനുഷ്യൻ്റെ എല്ലാ ജീവിത ബന്ധങ്ങളിലും സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ പുരുഷൻ ആധിപത്യം പുലർത്തുവാൻ ആരംഭിച്ചു.
ഉദാഹരണത്തിന് പറഞ്ഞാൽ പൗലോസിൻ്റെ ലേഖനത്തിലുള്ള സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ള വാചകം പുരുഷനേക്കാൾ കീഴെയാണ് സ്ത്രീ എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു വാചകമായിട്ട് സഭയിൽ പലപ്പോഴും പറയാറുണ്ട്. ഇത് വേദപുസ്തകത്തിൻ്റെ ശരിയായ വ്യാഖ്യാനമല്ല. വേദപുസ്തകത്തെ ഒരു പുനർവ്യാഖ്യാനത്തിന് വിധേയമാക്കേണ്ടതാണ്. സഭയുടെ അടിസ്ഥാന വേദശാസ്ത്രത്തിന് വിധേയമായ ഒരു കാഴ്ചപ്പാടും ദർശനവും സമൂഹത്തിൽ സഭയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കേണ്ടതുമാണ്. ഇതാണ് സഭ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ചെയ്യേണ്ടത്. ഒരു വേദശാസ്ത്ര ദർശനം ഉണ്ടാക്കുവാനും സംഭാവന ചെയ്യുവാനും കഴിയുന്നതോടൊപ്പം സമൂഹത്തിൽ ഈ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിനും സഭയ്ക്ക് മുൻകൈ എടുക്കേണ്ടതുണ്ട്. മറിയക്കുട്ടി തൊമ്മൻ, അവിവാഹിത, പുരാതനമായ ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി ഭവനത്തിലെ അംഗം. 1916 തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിന്റെ മറ്റൊരു ജീവിക്കുന്ന വീട്ടിലിരുന്നോണ്ട് ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഞാൻ എൻ്റെ തലയങ്ങ് കാണിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആ രംഗത്തിറങ്ങിപ്പോയെങ്കിൽ അവിടെ വഴക്കുണ്ടാകും. അത് കുടുംബത്തിന് ചീത്തപ്പേരാണ്. അതുകൊണ്ട് ഞാൻ പോയില്ല. 57 സെൻറ്റ് സ്ഥലം എൻ്റെ കാശ് കൊടുത്ത് അപ്പനുള്ളപ്പോഴാണ് വാങ്ങണം. എനിക്ക് ഭൂമിയോട് അങ്ങനെ പ്രതിവിധിയൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ അത് കുടുംബത്തോട് ചേർന്ന് കിടക്കണതാണ്. വിറ്റ് പോണു, നമ്മളെ കൊണ്ട് കഴിവുണ്ട്, അത് കുടുംബത്തിലേക്ക് ചേരണമെന്നോർത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് അപ്പൻ്റെ പേരിലാണ് അന്ന് എഴുതിയത്. അത് അവർ പങ്കിട്ടു. ഇത്ര ഒരു കാര്യത്തിന് ഞാൻ ചെന്നിട്ടുണ്ട്. ആ മൂന്നാമനോട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് എൻ്റെ സ്ഥലമെങ്കിലും ഇങ്ങനെ വിട്ടു തരാൻ മേലെന്ന് ചോദിച്ചു. എവിടെയാടി നിനക്ക് സ്ഥലം എന്നോട് ചോദിച്ചത്. എന്നുവെച്ചാൽ എനിക്ക് രേഖ കാണിച്ചു കൊടുക്കാനില്ലല്ലോ, അത് പിതാവിൻ്റെ പേര് കിടക്കുമല്ലേ എന്നൊരു ദേഷ്യപ്പെടൽ. ഞാൻ ചുമ്മാ കണ്ണും തിരുമ്മിക്കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഇവിടെ കരഞ്ഞു എൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവമല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി എനിക്കുണ്ടായിട്ടില്ല. കൂട്ടിന് ഈ അവകാശികളിൽ ആരും ഉണ്ടായില്ല. അപ്പോഴും ഞാൻ കരഞ്ഞു. എനിക്ക് വേറെ ആരും ആശ്രയമില്ല. അങ്ങനെ ഇവിടം വരെ എത്തിയത്. പിള്ളേർ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു കാലത്തല്ല ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അസ്വാതന്ത്ര്യമായ ഒരവസ്ഥയാണ് സമൂഹത്തിലും നാട്ടിലും സ്ത്രീ എന്ന വർഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ ഒരു ശാപമാണെന്നാണ് ആ ചെറുപ്പത്തിലേ ഞാൻ അങ്ങ് ധരിച്ചു പോയി. ഈ കുടുംബജീവിതത്തിലെ ഒരുപാട് അല്ലലുകൾ ചുറ്റുപാടും കണ്ടപ്പോഴെനിക്ക് ഈ ജീവിതം എന്തിനാണെന്ന് അങ്ങ് തോന്നി. ഇതിലേക്ക് പ്രവേശിക്കാൻ ഇത്ര എല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതം എന്തിനു വേണ്ടിയായിട്ട് കഴിക്കണത് എന്നെനിക്ക് തോന്നി. ഒരു ചെറിയ കാര്യം പറഞ്ഞാലേ, ഞങ്ങളുടെ തൊട്ടയൽവക്കത്തെ ഒരു ഹിന്ദു കുടുംബമുണ്ട്. അവിടുത്തെ കുടുംബനാഥൻ കുടിയൊക്കെ കഴിഞ്ഞ് അവൻ വലിയ മന്ത്രവാദിയൊക്കെ ആണെന്നുള്ള അഭിനയത്തിലൊക്കെയാണ് വരണത്. വന്നു കഴിഞ്ഞാൽ ആ പെമ്പറന്നവരെ വിളിച്ചിട്ട് പറയുന്ന ചീത്ത. ഒരു ദിവസം കേട്ടു, എടീ മൂഴക്ക് നെല്ലിന് 30 പെണ്ണും പിന്നെ ചില്ലുവാന് 1 പെണ്ണും കിട്ടും, പിന്നെ എന്നടി പെണ്ണുങ്ങൾക്ക് ഇത്ര വില എന്ന് പറയല്ല, അവൻ തൊഴിക്കും. ലോകത്തിലെല്ലാവർക്കും ദൈവം പണമാണ്. എല്ലാ സകല മനുഷ്യനും പണം ദൈവം. അത് ആശ എല്ലാ മനുഷ്യരിലുണ്ട്. അത് അവരും കൂടെ ഒരു കഴിവുപോലെ പ്രവർത്തിച്ചു. എൻ്റെ കഴിവ് ഇല്ലാതെയും പോയി. ഇത്രയേ ഉള്ളൂ. എനിക്ക് ഉള്ള പ്രതിവിധി ഈശ്വരനും കണ്ണുനീരും മാത്രം. ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഭാരതത്തിലുള്ള ഒരു സമുദായത്തിനും പിന്തുടർച്ചാവകാശ നിയമങ്ങളില്ലായിരുന്നു. അതിൻ്റെ ഏറ്റവും ഭവിഷ്യത്ത് അനുഭവിച്ചത് വിധവമാരും മക്കളുമാണ്. ആ കാര്യം മിഷണറിമാർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചു. ഇന്ത്യയിലുള്ള വിവിധ സമുദായങ്ങൾക്ക് പിന്തുടർച്ചാവകാശ നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് നിശ്ചയിച്ചു. ക്രിസ്ത്യാനികൾക്കുള്ള പിന്തുടർച്ചാവകാശ നിയമം ഇംഗ്ലണ്ടിൽ നിലവിലിരുന്ന ആ നിയമം തന്നെ ഇവിടെ കൊണ്ടുവരാൻ നിശ്ചയിച്ചു. ആ വാർത്ത തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായ നേതാക്കന്മാർക്ക് സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ കമ്മിറ്റി 1911 രൂപീകരിച്ച്
മഹാരാജാവിൻ്റെ അംഗീകാരം നേടി ഒരു തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ക്രോഡീകരിച്ചു. 1916 അത് പാസ്സാക്കിയെടുത്തു. അതിന് പ്രകാരം ബില്ലെഴുതാതെയും വസ്തു വീതം വെക്കാതെ ഭാഗകുടമ്പടി നടത്താതെയും മരിച്ച പിതാവിൻ്റെ വിധവയ്ക്ക് ജീവനാംശവും മക്കൾക്ക് ആൺമക്കൾക്ക് ഉള്ളതിൻ്റെ 4/1 5000 രൂപയോ ഏത് കുറവ് അത് പെൺമക്കൾക്കും ആണ് വെച്ചിരിക്കുന്നത്. 1951 ആണ്ട് തിരുവിതാംകൂർ കൊച്ചി പ്രദേശം ഇന്ത്യൻ യൂണിയനോട് ചേർന്നു. സ്വാഭാവികമായും ഇന്ത്യൻ നിയമമാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടിയിരുന്നത്. എന്നാൽ ക്രിസ്ത്യൻ സമുദായം അതിന് അനുകൂലമല്ലായിരുന്നു. എങ്കിലും ഏതാനും സ്ത്രീകൾ അവർ സഹോദരന്മാരിൽ നിന്ന് തുല്യ അവകാശം ലഭിക്കുന്നതിനായിട്ട് കേസുകൾ ഫയൽ ചെയ്തു. എറണാകുളത്തും മദ്രാസിലുമുള്ള ഹൈക്കോർട്ടുകൾ നിലവിലുള്ള നിയമം അനുസരിച്ചാണ് കേസുകൾക്ക് വിധി പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ ക്രിസ്ത്യൻ വനിതകൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഉള്ള വനിതാ വിഭാഗം ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ കൊടുത്തു. ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ഇവിടെ പ്രാബല്യമാകണമെന്ന്. എങ്കിലും സഭയുടെ ഔദ്യോഗിക നിലപാട് മറിച്ചായതുകൊണ്ട് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഇരിക്കവെയാണ് മേരി റോയ് സുപ്രീം കോർട്ടിൽ ഈ 1951 മുതൽ ഇന്ത്യൻ പിന്തുടർച്ചാവകാശം തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തും പ്രാബല്യമാകണമെന്ന് വെച്ച് കേസ് ഫയൽ ചെയ്തത്. 1986 വിധി വന്നത്. ആ വിധിയോടുകൂടി ഈ പ്രശ്നം തീർന്നു എന്ന് ഇരിക്കുമ്പോഴാണ് സുപ്രീം കോർട്ടിൻ്റെ വിധിക്ക് പൂർവ്വകാല പ്രാബല്യം എടുത്തു കളയണമെന്നും മറ്റുമുള്ള ഇത് മാറ്റണം എന്നുള്ള അഭിപ്രായത്തോടു കൂടി 2 ബില്ല് കൊണ്ടുവെങ്കിലും പാർലമെൻറ്റ് അത് തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് എല്ലാവരും ഈ ഇന്ത്യൻ നിയമങ്ങളുടെ പ്രാബല്യത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ മന്ത്രിസഭ, പ്രത്യേകിച്ച് നിയമമന്ത്രി അസംബ്ലിയിൽ അനൗൺസ് ചെയ്തു, തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം 86 വരെ പ്രാബല്യത്തിൽ വരത്തക്കവണ്ണം പുതുക്കണമെന്ന്. അത് ക്രിസ്ത്യൻ സ്ത്രീകളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. അപ്പോൾ രൂപം കൊടുത്തതാണ് ഫോറം ഓഫ് ക്രിസ്ത്യൻ വിമൻ ഫോർ വിമൻസ് റൈറ്റ്സ്. അയ്യോ രക്ഷിക്കണേ! ഒരു തരം, 2 തരം, 3 തരം. ഇതൊരു പുറപ്പാടിന്റെ തുടക്കമാണ്. ചരിത്രത്തിലേക്ക് നീളുന്ന പ്രയാണം. വേദനിക്കുന്ന ഒരു കൂട്ടം മനസ്സുകളുടെ ഒന്നിച്ചുള്ള പ്രതിഷേധയാത്ര. വേർപാടുകളുടെയും വിലക്കുകളുടെയും അകത്തളങ്ങളിൽ നിന്നും മോചനം നേടാൻ